എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് 7th മന്തിൽ എന്നെ കൂട്ടിക്കൊണ്ടുപോകുന്ന എൻ്റെ വീഡിയോ ആണ്. അതിൻ്റെ തലേദിവസം തന്നെ എല്ലാവരും കസിൻസൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും വർത്താനം പറിച്ചിലും മൈലാഞ്ചിടലും ഒക്കെ അങ്ങനത്തെ ചടങ്ങുകളൊക്കെ ആയിരുന്നു തലേദിവസം രാത്രി. പിന്നെ പിറ്റേ ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള കറിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ അരിഞ്ഞു വെക്കലും അതൊക്കെയായിരുന്നു തലേ ദിവസത്തെ പരിപാടി. പിന്നെ ചോറൊക്കെ വാരിത്തന്നു. അങ്ങനെ തലേ ദിവസത്തെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട്, എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് മേക്കപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. സാരിയൊക്കെ ഉടുപ്പിച്ച് പിന്നെ മേക്കപ്പൊക്കെ ഇട്ട് മുല്ലപ്പൂവൊക്കെ ചൂടിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ബഹളമായാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. എല്ലാവരും വന്നവരെല്ലാവരും ഒരുങ്ങുന്നതിൻ്റെയും പിന്നെ അതിനിടയ്ക്ക് കൂടെ എന്നെ ഒരുക്കുന്ന വീഡിയോ എടുക്കുന്ന എല്ലാം കൂടി തിരക്കും ബഹളമായിരുന്നു കേട്ടോ. അവിടെ ആകപ്പാടും ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു ആ ദിവസം. ഇത്രയും അടിപൊളിയായിട്ട് നടക്കുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. അപ്പം അതിനേക്കാട്ടും ഭംഗിയായിട്ട് നടന്നു. വലിയ കാര്യമായിട്ട് ഫങ്ഷനായിട്ട് അങ്ങനെ നടത്തിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ എല്ലാം നല്ല സെറ്റായിരുന്നു. പിന്നെ നമ്മൾ എല്ലാവർക്കും വേണ്ടി ഭക്ഷണം ബിരിയാണി ആയിരുന്നു ഉണ്ടാക്കിയിരുന്നത്. അപ്പം ബിരിയാണീൻ്റെ ദമ്മ് പൊട്ടിക്കുന്നതിന് മുന്നേ ഉള്ള ഇതാണ് കേട്ടോ കാണുന്നത്. ബിരിയാണിയും പിന്നെ അതിൻ്റെ ചിക്കന് ഗ്രേവി കൂട്ടാനുള്ള ഇതും കൂടിയാണ്. അപ്പം അത് എല്ലാം ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് വന്നവരൊക്കെ ആദ്യം കഴിച്ചിട്ട് 12:15 ആകുമ്പോൾ ഇറങ്ങണമായിരുന്നു. അപ്പം വീട്ടിൽ നിന്ന് വന്നവരൊക്കെ കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. ഒപ്പം ഞാനും കഴിക്കാൻ വേണ്ടി കേട്ടോ. കാരണം ഞാനും അവരോട് പോകേണ്ടതുകൊണ്ട് ആദ്യം തന്നെ അവരോട് ഇരിക്കണമായിരുന്നു. അപ്പം ഈ പ്രാവശ്യം ഞാൻ ആദ്യം കഴിക്കാൻ പോയതിൻ്റെ സങ്കടമാണ് കേട്ടോ നിച്ചുവിന്. പിന്നെ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ചടങ്ങുകളുണ്ട് കേട്ടോ. അപ്പം ആ സമയമാകുമ്പോഴത്തേനും നമ്മൾ കഴിച്ചു ഇറങ്ങണം. 1:15 വീട്ടിൽ നിന്ന് ഇറങ്ങണം. 3 മണിയൊക്കെ ആകുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഇറങ്ങണം. അപ്പം അങ്ങനെയാണ് ചടങ്ങുള്ളത്. അപ്പോൾ പിള്ളേർക്കൊക്കെ വിശക്കുക എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവർക്ക് കൊടുത്തു. പിന്നെ ഇത് നിലവിളക്കൊക്കെ കത്തിച്ച് ഓരോരുത്തരുടെ അനുഗ്രഹം വാങ്ങണം കേട്ടോ. അപ്പോൾ വെറ്റിലയും അടക്കയൊക്കെ കൊടുത്തിട്ട് ഞാൻ അനുഗ്രഹം വാങ്ങുന്നുണ്ട് എല്ലാവരുടെയും. എല്ലാ മുതിർന്നവരുടെ അനുഗ്രഹമൊക്കെ വാങ്ങി അങ്ങനെ ഐശ്വര്യത്തോടു കൂടി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും എൻ്റെ കൂടെ ഉണ്ടാവണം. ഒരു കുഴപ്പമില്ലാണ്ട് ഡെലിവറി കഴിയാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം. അങ്ങനെ എല്ലാവരുടെയും അനുഗ്രഹമൊക്കെ വാങ്ങി വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പം ഇങ്ങനെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് തിരിഞ്ഞു നോക്കാതെ ഇറങ്ങുമൊക്കെ വേണം കേട്ടോ. അപ്പം പോണതിന് മുന്നേ നിച്ചുവിൻ്റെ ഉമ്മയൊക്കെ കിട്ടി. നിച്ചുവിനാണെങ്കിൽ ഭയങ്കര സങ്കടമാണ്. അതാ മുഖത്ത് ശരിക്കും കാണാനുണ്ട് കേട്ടോ. എന്നെ പറഞ്ഞു വിടാൻ അവർക്ക് ഇഷ്ടമല്ല, പക്ഷേ എന്താ ഇതൊരു ചടങ്ങായിട്ട് എന്തായാലും നടത്തണമല്ലോ. അപ്പം അങ്ങനെയാണ്. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പം ഒരമ്മയും കുഞ്ഞും ഓപ്പോസിറ്റ് ഇങ്ങനെ നടന്നു വരണം എന്നിങ്ങനെ പറയുന്നുണ്ട്. അതൊക്കെ ഇങ്ങനെ ഒരു ചടങ്ങിലുള്ളതാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ കയറിപ്പോകും. അപ്പം അമ്മയും കുഞ്ഞും ഓപ്പോസിറ്റ് ഇങ്ങോട്ട് നടന്നു വരും. അപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കാതെ നേരെ കാറിൽ കയറിയിട്ട് പോകണം. അതാണ് എൻ്റെ ചടങ്ങ്. അങ്ങനെ ഇന്നത്തെ ചടങ്ങുകൾ ഇവിടുത്തെ എല്ലാം കഴിഞ്ഞു കേട്ടോ. അങ്ങനെ എന്നെ എല്ലാവരും കൂടി കാറിൽ കയറ്റിയിരുത്തി. അങ്ങനെ എല്ലാവരോടും ഞാൻ യാത്രയൊക്കെ പറഞ്ഞ് സന്തോഷത്തോടു കൂടി അവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ. നമ്മൾ കരയാനൊന്നും പാടില്ല കേട്ടോ. അപ്പോൾ ടാറ്റാ ബൈ ബൈ പറഞ്ഞ് അങ്ങനെ അവിടെ നിന്ന് ഞാൻ യാത്രയാവുകയാണ്. ബാക്കി എല്ലാ വിശേഷങ്ങളും ഇനി എൻ്റെ വീട്ടിൽ പോയിട്ട് നമുക്ക് കാണാം കേട്ടോ. അവിടെയാണെങ്കിൽ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഞാൻ പോകുന്നതൊക്കെ നോക്കിയിട്ട്. അങ്ങനെ ഇതാ എൻ്റെ വീട്ടിലെത്തി. അപ്പം അവിടെ വീട്ടിലമ്മേൻ്റെ അമ്മ എല്ലാവരും ഇങ്ങനെ എന്നെ കാത്തിട്ടുണ്ടായിരുന്നു.
അങ്ങനെ അവിടെ കയറേണ്ട സമയം 3 മണിയായിരുന്നു. അപ്പോൾ 3 മണി കഴിഞ്ഞിട്ടാണ് വീട്ടിൽ കയറിയത്. അങ്ങനെ അവിടെ നിന്ന് ചെറിയ മധുരമൊക്കെ തന്നിട്ടാണ് വീട്ടിൽ കയറ്റുന്നത് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് വീട്ടിൽ കയറി. അപ്പം അവിടെ ഉള്ള എല്ലാവർക്കും ജ്യൂസും പലഹാരമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ കഴിച്ചു കുടിക്കുകയൊക്കെ ചെയ്തു. പിന്നെ എല്ലാവരും കൂടി കഥ പറഞ്ഞിരിക്കുന്ന സമയമാണ് ഭയങ്കര. അപ്പോൾ അവിടെയുള്ള എല്ലാവരും കൂടി വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ദാഹമൊക്കെ മാറ്റി. നല്ല ചൂടൊക്കെ ആയിരുന്നു വന്നപ്പം. അപ്പോൾ പിന്നെ അതിൻ്റെ ദാഹമൊക്കെ മാറ്റി കഥയൊക്കെ പറഞ്ഞ് പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ എല്ലാവരും വിരുന്നൊക്കെ പോയിട്ട്. പിന്നെ കുറച്ച് പിള്ളേർ സെറ്റ് ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പം അവരായിട്ടുള്ള കളിയും ബഹളമൊക്കെ കേട്ടോ. വീട്ടിൽ ഫുള്ള് കളി ബഹളമയമാണ്. വീടാണെങ്കിൽ ഉണർന്നിരിക്കുകയായിരുന്നു. ഉറങ്ങിക്കിടന്ന വീടൊക്കെ ഉണർന്ന് തകിടം മറിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ അടിച്ച് പൊളിച്ച് അന്നത്തെ രാത്രി കഴിഞ്ഞ് കേട്ടോ. അങ്ങനെ ഇതൊക്കെയാണ് അപ്പം കൂട്ടിക്കൊണ്ടുവരലിൻ്റെ വിശേഷങ്ങൾ. പുതിയ വിശേഷങ്ങളായിട്ട് പിന്നെ